നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കളക്ടർ. ADMനാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായി ആരെയെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന ML അശ്വനി. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാസർഗോഡ് പിറ്റ് NDPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ. പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൾ മുനവീറാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി കാർത്തിക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP അരയി കാർത്തിക ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആരംഭിക്കും മുമ്പ് തന്നെ കുടിവെള്ള വിതരണം പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുക്കടയിൽ ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കളക്ടർ. ADMനാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായി ആരെയെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ ആകസ്മിക മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADMന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. വിദ്യാനഗർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണിത്. ആശാലത വിദ്യാനഗർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 രാവിലെ 10 മണിയോടെ 3 പാക്കറ്റ് ടെലിവിഷൻ പേസ്റ്റ് ഐസ്ക്രീമിൽ കലർത്തി കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും ഇത് കഴിക്കാനുള്ള കാരണം വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നിയതിനാലാണെന്ന് മൊഴിയിലുണ്ട്. മാനസിക സമ്മർദ്ദം കാരണം കുറച്ചു ദിവസമായി തകർന്ന നിലയിലാണ്. ആർക്കെതിരെയും പരാതിയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ചെങ്കളയിലെ ആശുപത്രിയിൽ വെച്ച് വിദ്യാനഗർ പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ആശാലത മരണപ്പെട്ടത്. കഴിഞ്ഞ മെയ് 12 മുതലാണ് ആശാലത കളക്ടറേറ്റിൽ തന്നെയുള്ള എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിൽ പ്രവർത്തിച്ചു വരുന്നത്. എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിലും മികച്ച രീതിയിലാണ് അവർ സേവനം നടത്തിയിരുന്നതെന്നാണ് സ്പെഷ്യൽ സെൽ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ചത്. അന്വേഷണത്തിൽ കുറ്റക്കാരായി ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശാലതയ്ക്ക് തോന്നിയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ജോലിസ്ഥലത്ത് ആശാലത ഒറ്റപ്പെട്ട സാഹചര്യം ഉള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് അജയൻ പറയുന്നു. പ്രയാസമാണെങ്കിൽ ജോലി രാജിവെക്കാൻ താൻ ആവശ്യപ്പെട്ടതായും അജയൻ കൂട്ടിച്ചേർത്തു. ഭരണമാറ്റമുണ്ടായതോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നുവെന്ന് ബന്ധുക്കളും വ്യക്തമാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളാണ് ആശാലത. ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് വിശ്വസിക്കുവാനാകുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആള് എത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു.
പിന്നെ ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. മെയിൻ സ്ഥലം മാറ്റം കിട്ടിയതിലാണ് മെയിൻ പ്രശ്നം ഉണ്ടായത്. അതാണ് നമ്മളോട് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. തലേ ദിവസം ഓഫീസിലൊക്കെ അവിടെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലായെങ്കിലും ഓഫീസിലായെങ്കിലും അവർ യൂണിയനിലായെങ്കിലും മെയിൻ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം മാറ്റുന്നത് പറയുമ്പോൾ തന്നെ, അതായത് ഭരണം മാറിയിട്ടായിട്ട് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, കുറച്ചാളെ നമ്മള് നോട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോ അടുത്തേക്ക് മാറ്റെന്ന് പറയാൻ കഴിയാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുള്ള ഇതാണ്. അവരെ മുംബൈയിലെ സ്റ്റാഫുകളിലൊന്നും നല്ല ഒന്നിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് എല്ലാം കാണലുണ്ട്. നല്ല തിരുവാതിര ആയാലും ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ഓണത്തിന്റെ സമയമായില്ലേ, അപ്പൊ അതിനുകൊണ്ട് മുമ്പേ ഓണത്തിന് ഭക്ഷണം കാര്യങ്ങളല്ലേ ഇവർ കളക്ടറേറ്റിലേക്ക് വെച്ച് കൊണ്ടുകൊടുക്കില്ലേ. അപ്പൊ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ടറേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് മരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നില്ല. അവിടെ പോയി ചെയ്തതിനെ കൊണ്ട് ഒന്ന് അന്വേഷിക്കണം, വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാണ് പോലീസ്. ഇതിനിടെ ആശാലതയുടെ മരണത്തിലെ ദുരൂഹത അകറ്റാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ADM-നാണ് അന്വേഷണ ചുമതല. ഓഗസ്റ്റ് 7 രാവിലെ 10 മണിയോടെയാണ് ആശാലത ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കഴിക്കുന്നത്. കളക്ട്രേറ്റ് കോമ്പൗണ്ടിനകത്ത് കാറിലിരുന്നായിരുന്നു എലിവിഷം കഴിച്ചത്. പിന്നീട് കാറോടിച്ച് ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് വിവരം പറയുകയായിരുന്നു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് ആശാലത മരണപ്പെട്ടത്. എലിവിഷം കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നായിരുന്നു ഇവരുടെ മരണമൊഴി. വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നലുണ്ടായതായും മൊഴിയിലുണ്ട്. ആർക്കെതിരെയും പരാതിയില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. VD സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയാൽ എന്താണ് പ്രശ്നമെന്നും ദേശവിരുദ്ധതയിൽ UDF-ഉം LDF-ഉം ഒന്നിക്കുന്നുവെന്നും VD സവർക്കറെ അപമാനിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും PK കൃഷ്ണദാസ് കാസർഗോഡ് പറഞ്ഞു. ഈ VD സവർക്കറോട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട്, UDF സർക്കാർ സ്വീകരിച്ച നിലപാട്, UDF-ലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട്, അത് ഈ കാര്യം പറയുന്നില്ല. അതിൽ പറയുന്നത് VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം തയ്യാറാക്കിയത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് അതിന്റെ ആ ലേഖന പരമ്പരകളിൽ പ്രസംഗത്തിൽ മറ്റൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് UDF സർക്കാർ, കോൺഗ്രസ്, ലീഗ് VD സവർക്കറോട് ചോദിച്ച നിലപാട്, VD സവർക്കറെ അപമാനിക്കുക എന്ന് പറയുന്നത് മുഴുവൻ രാജ്യസ്നേഹികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വന്ദേമാതര ഗാനത്തെ നിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ദേശഭക്തിയെയും ദേശസ്നേഹത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ നേഷൻ ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഞങ്ങൾ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് ML അശ്വിനി. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പരിഹാരമില്ലേ സർക്കാരെ, പാവപ്പെട്ട ജനതയാകെ വഞ്ചിക്കുന്നൊരു സർക്കാരെ, വഞ്ചിക്കുന്നൊരു സർക്കാരെ. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP, ജയ് ജയ്.
കടുത്ത കടലാക്രമണത്തിൽ കൃഷിവിളകളും ഭൂമിയും വീടുകളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു തീരദേശവാസികൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ആവശ്യപ്പെട്ടു. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ಅಲ್ಲದಿದ್ರೆ ನೀವು ಅಲ್ಲಿ ಬಂದು ವಾಸ ಮಾಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಇವತ್ತು ನೀವು ಅಧಿಕಾರದ ಅಹಂಕಾರದಿಂದ ಅಧಿಕಾರವನ್ನ ಇಟ್ಟುಕೊಂಡು ನೀವು ದೊಡ್ಡ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿಕೊಂಡು ಓಡಾಡ್ಲಿಕ್ಕೆ ಗಾಡಿನ ಇಟ್ಕೊಂಡು ನಿಮ್ಮ ರೋಡಿಗೆ ಒಳ್ಳೆ ಟಾರನ್ನ ಹಾಕಿಕೊಂಡು ನೀವು ಸುಖ ಜೀವನ ಮಾಡ್ತಾ ಇರೋ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮನ್ನ ಗೆಲ್ಲಿಸ್ಲಿಕ್ಕೆ ಬೇಕಾಗಿ ವೋಟ್ ಹಾಕಿದಂತಹ ಮತದಾರರು ಯಾವ ರೀತಿ ಕಷ್ಟ ಅನುಭವಿಸ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನೀವು ಅವರೊಟ್ಟಿಗೆ ಬಂದು ಒಂದು ದಿವಸ ವಾಸ ಮಾಡಬೇಕು ಅಂತೇಳಿ ನಾನು ನಿಮಗೆ ಇಲ್ಲಿಂದ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ನಿಮಗೆ ಬಾಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಸುಲಭ. ಮಿಸ್ಟರ್ AK ಅಶ್ರಫ್, ನಿಮ್ಮ ಹತ್ರ ಒಂದು ಹೇಳಲಿಕ್ಕೆ ಇರುವಂಥದ್ದು, ನಿಮಗೆ ಬೇರೆ ಈ ಊರಲ್ಲಿ ನಡೀತಾ ಇರುವಂತಹ ವಿಷಯಗಳ ಬಗ್ಗೆ ನಿಮಗೆ ಮಾತಾಡಲಿಕ್ಕೆ ನಿಮಗೆ ಇಲ್ಲ. ಯಾವುದಾದ್ರೂ ಒಂದು ವರ್ಗೀಯ ವಿಷಯ ಬಂತು ಅಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕೆ ಬೇಗ ಸ್ಟೇಟ್ಮೆಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಆಗತ್ತೆ. ಈ ಕಡಲು, ಈ ಸಮುದ್ರದ ಕಿನಾರೆಯಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇರುವಂತಹ ಜನರು ಕಷ್ಟ ಅನುಭವಿಸಿದ್ರೆ ಇದರ ಬಗ್ಗೆ ಯಾಕೆ ನೀವು ಗಮನ ಹರಿಸ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ನನಗೊಂದು ನಿಮ್ಮ ಮೇಲೆ ಸಂಶಯ ಬರ್ತಾ ಇರುವಂಥದ್ದು. ನೀವು ಪ್ರತಿ ಸಲ ಕೂಡ ಓಟಿಗೆ ನಿಲ್ಲುವಾಗ ಸುಳ್ಳು ಪೊಳ್ಳೆಗಳನ್ನ ಹೇಳಿ ಜನರನ್ನ ನಂಬಿಸಿ ಮೋಸ ಮಾಡಿ ನೀವು ಓಟನ್ನು ತಗೊಳ್ತೀರಿ. ಓಟು ತೆಗೆದ ನಂತರ ಆ ಭಾಗಕ್ಕೆ ತಿರುಗಿ ಬರುವುದಿಲ್ಲ. ಈ ಕೇಂದ್ರ ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಂತದ್ದು ಹೇಳುವಂಥದ್ದು ಯಾವ ಅಡಿಯಲ್ಲಿ ಅಂತ ನನಗೆ ಅರ್ಥ ಆಗುದಿಲ್ಲ. ಇಲ್ಲಿಯ ಜನಪ್ರತಿನಿಧಿ MLA ಇಲ್ಲಿ ಬಂದು ಅದನ್ನು ನೋಡಿ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ಪ್ರಾಜೆಕ್ಟ್ಗಳ ತಯಾರು ಮಾಡಿ ಒಂದೇ ಒಂದು ದಿವಸವಾದರೂ ಕೂಡ ನೀವು ವಿಧಾನಸಭೆಯಲ್ಲಿ ಇದರ ಬಗ್ಗೆ ಮಾತಾಡಿದ್ದೀರಾ? ನೀವು 5 ವರ್ಷ MLA ಆಗಿದ್ರಿ, ಒಂದು ದಿವಸ ಆದರೂ ಕೂಡ ನೀವು ಕೇರಳದ ಅಸೆಂಬ್ಲಿಯಲ್ಲಿ ನಮ್ಮ ಕಡಲ್ ಮಕ್ಕಳಿಗೋಸ್ಕರ ಒಂದೇ ಒಂದು ಧ್ವನಿ ಎತ್ತಿದ್ದೀರಾ? ನೀವು ನಿಮಗೆ ಆ ಒಂದೇ ಒಂದು ವಿಷಯವೂ ಕೂಡ ಧ್ವನಿ ಎತ್ತಲಿಕ್ಕೆ ಆಗದಿದ್ರೆ ಮತ್ತೆ ನೀವು ಇಲ್ಲಿ ನಾಚಿಕೆ ಇಟ್ಟುಕೊಂಡು ಬರಬಾರ್ದು ಅಂತ ಹೇಳಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಇನ್ನು ನೀವು ನಿಮ್ಮ ಸುಳ್ಳಿನ ಆಟಗಳು, ನಿಮ್ಮ ದಂಡುದೊರಡೆಗಳು ಇನ್ನು ಈ ಕಡಲ್ ಮಕ್ಕಳು ನಿಮಗೆ ತೋರಿಸ್ತಾರೆ ಅಂತ ಕೂಡ ನಾನು ನಿಮಗೆ സൂചനಯನ್ನು ನೀಡ್ತಾ ಇದ್ದೀನಿ. ಅದರೊಟ್ಟಿಗೆ മൂസോടി മുതൽ ഷിറിയ വരെയുള്ള തീരപ്രദേശത്ത് ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി നിർമ്മിക്കുക, കൃഷിനാശം ഉൾപ്പെടെയുള്ള നഷ്ടങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം അനുവദിക്കുക, വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നും അശ്വിനി മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സ്ത്രീകളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് BC റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കളക്ട്രേറ്റിലേക്ക് നീങ്ങി. കളക്ട്രേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് BJP നേതാക്കളും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. ശാരദാനഗർ തീരദേശ കർമ്മസമിതി പ്രസിഡന്റ് ശശികാന്ത് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രപ്പാടി, കുമ്പള മണ്ഡലം പ്രസിഡന്റ് B. വിക്രം പൈ, മത്സ്യത്തൊഴിലാളി നേതാവ് സുരേഷ് കീഴൂർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KP വത്സരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പിറ്റ് NDPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ. പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൾ മുനവീറാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 6 NDPS കേസുകൾ നിലവിലുണ്ട്. ലഹരി വസ്തു കടത്തുകൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുമെതിരെ കാസർഗോഡ് ജില്ലാ പോലീസ് ശക്തമായ നടപടികൾ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി നിരന്തരമായി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതിയെ പിറ്റ് NDPS നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിജയൻ മേലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈം സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാടി വില്ലേജിൽ ബല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശിയായ അബ്ദുൾ മുനവീറാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കരുതൽ തടങ്കൽ നടപടി. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 6 NDPS കേസുകൾ നിലവിലുണ്ട്. പ്രതിയുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 225/2026 കേസ് നിലവിൽ അന്വേഷണ ഘട്ടത്തിലാണ്. വിദ്യാനഗർ സ്റ്റേഷനുകളിലായുള്ള ക്രൈം നമ്പർ 534/2023, 213/2022 എന്നീ കേസുകൾ വിചാരണ ഘട്ടത്തിലുമാണ്. മുൻകാലങ്ങളിലെ ക്രൈം നമ്പർ 741/2022, 71/2022, 974/2021 തുടങ്ങിയ കേസുകളിൽ പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 115/2023 പോലുള്ള മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shoppika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റാ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി കാർത്തിക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP അരയി കാർത്തിക ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി മെമ്പർ A. വേലായുധൻ സമരം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി കാർത്തിക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP അരയി കാർത്തിക ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തി. കാർത്തിക BJP ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ BJP പ്രവർത്തകർ അരയി അംഗൻവാടി പരിസരത്തുള്ള റോഡ് ഉപരോധിച്ചു. അരയി കാർത്തിക റോഡ് എത്രയും പെട്ടെന്ന് റീടാറിംഗ് നടത്തിയില്ലെങ്കിൽ കാഞ്ഞങ്ങാട് നഗരസഭാ കാര്യാലയം ഉപരോധം പോലുള്ള സമരമുറകൾ ഉണ്ടാവുമെന്ന് BJP സംസ്ഥാന കമ്മിറ്റി മെമ്പർ A. വേലായുധൻ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. യാതൊരുവിധ മെയിൻ്റനൻസ് പ്രവർത്തനവും നടത്താതെ ആയിരക്കണക്കിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ജനവിരുദ്ധമായ, വികസന വിരുദ്ധമായ നടപടിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് ഭാരതം അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്.
നാട്ടിൽ എവിടെ നോക്കിയാലും ആധുനികമായ റോഡുകൾ സംവിധാനങ്ങളാണ്. കാശ്മീരം മുതൽ കന്യാകുമാരി വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെ 6 വരിപ്പാത, 8 വരിപ്പാത, 10 വരിപ്പാത, ഇങ്ങനെ ഏറ്റവും സങ്കീർണമായ വളവുകൾ വരെ വെട്ടിക്കുറച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായതും ഏറ്റവും ദീർഘം കുറഞ്ഞതുമായ അതിവിശാലമായ റോഡുകൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതം അതിവേഗം ആധുനിക സൗകര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇന്നിപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് പോലെ യാത്രാ സൗകര്യമില്ലാതെ ഈ പട്ടണ പ്രദേശത്ത് ഒരുപറ്റം ആളുകൾ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾ ഈ സമരത്തിൽ കൊച്ചുകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, വയോവൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ജൻസിയുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമരം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, ഈ നാട്ടിലെ ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 10 വർഷമായി ഇപ്പോൾ 11ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. BJP കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റ് A. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP കാഞ്ഞങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് CK വത്സലൻ സ്വാഗതവും അരയി ബൂത്ത് പ്രസിഡന്റ് സുരേഷ് മണക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആരംഭിക്കും മുമ്പ് തന്നെ കുടിവെള്ള വിതരണ പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുക്കടയിൽ ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് ആക്ഷേപമുയർന്നിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അഡ്ജോയിങ് പദ്ധതി നടപ്പായാൽ 2 ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം മുട്ടുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ, മന്തച്ചംവയൽ കേന്ദ്രീകരിച്ചും കിനാനൂർ, കരിന്തളം പഞ്ചായത്തിലെ മുക്കട, കുണ്ടൂർ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചാണ് 2 മാസമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം 2 കോടി മുതൽ 2.5 കോടി വരെ ലിറ്റർ വെള്ളം ശേഖരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിനാണ് ആക്ഷൻ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നത്. ഈ വൻകിട പദ്ധതി തുടക്കം കുറിക്കുന്നതോടെ പുഴ വറ്റുകയും കിണറുകൾ ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകൾ തന്നെ ഇല്ലാതാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കയ്യൂർ ചീമേനി, കിനാനൂർ, കരിന്തളം, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ടാങ്കറുകളിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വെള്ളമെത്തിച്ചാണ് താൽക്കാലിക പ്രശ്ന പരിഹാരമുണ്ടാക്കുന്നതെന്നും സമരക്കാർ പറയുന്നു. ഈ പഞ്ചായത്തുകളിലെ ഭരണസമിതികളും ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുമാണ് കുടിവെള്ളം എത്തിക്കുന്നതെന്നും പറയുന്നു. പുതുതായി ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, വലിയപറമ്പ്, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളും കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലമ്പടമ്പ് പഞ്ചായത്തുകളിലെയും വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി പള്ളിപ്പാറയിൽ കൂറ്റൻ ജലസംഭരണിയുടെയും മുക്കട പഴയ തോണിക്കടവിൽ പമ്പിംഗ് സ്റ്റേഷന്റെയും നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും പുഴ വറ്റുന്നതോടെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും കൃഷിനാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് 2 പഞ്ചായത്തുകളിലെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുക്കടപ്പുഴയിൽ നിന്ന് വൻതോതിൽ ജലം ഊറ്റുന്നതിനെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലാണ് നാട് ഒരുങ്ങുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ അഡ്ജോയിങ് പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തിലേക്കും വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിപാടിയാണിത്. പ്രതിദിനം 2 കോടി മുതൽ 2.5 കോടി ലിറ്റർ വരെ വെള്ളമാണ് ഈ പുഴയിൽ നിന്ന് ഊറ്റാൻ വേണ്ടി പോകുന്നത്. അത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 3 കോടി മുതൽ 3.5 കോടി വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും നമ്മുടെ പുഴയെ സംബന്ധിച്ച് അത്രയൊന്നും വലിയൊരു ജലസ്രോതസ് ഈ പുഴയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നില്ല. സ്വാഭാവികമായും പുഴ വറ്റി വരളുകയും ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാകെ തന്നെ വലിയ നിലയിലേക്കുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട് ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അശോകൻ പെരിങ്ങാര ഇന്ന് ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൈപ്പിനകത്ത് കടന്നുകൊണ്ട് ഈ ഒരു ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. നാട് ഒന്നാകെ ഇത്തരം പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടമായി പ്രശ്നങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഒറ്റയാൾ പ്രതിഷേധത്തിലൂടെ ശ്രദ്ധേയനായ അശോകൻ പെരിങ്ങാര ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതിക്കിറക്കിയ കൂറ്റൻ പൈപ്പിനകത്ത് കിടന്ന് പ്രതിഷേധ ഉപവാസം നടത്തി. ഒരു നാടിനെ ഇല്ലാതാക്കിക്കൊണ്ട് പല പ്രദേശത്തേക്കും ഒരു ജല അതോറിറ്റിയുടെ വകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കും നമ്മുടെ പ്രദേശത്ത്. ഇത് നാട്ടുകാർ സംഘടിക്കുകയും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇന്ന് 6 മണിക്കൂർ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട്
പ്രതിഷേധം നടത്തുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പൈപ്പിൽ ഇത്രയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ തേജസ്വിനി പുഴ ഉണ്ടാവില്ല. വരും കുട്ടികൾക്ക് ഒരു പേര് മാത്രമേ കേൾക്കാൻ വേണ്ടി കഴിയൂ. ഇരുകരകളിലെ ആക്ഷൻ കമ്മിറ്റികളുടെ ഭാരവാഹികളും സമരത്തിന് പിന്തുണയുമായി എത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ അജാനൂരിൽ CPIM പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അടോട്ട് ഇടവുംകുന്ന് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം വെള്ളിക്കുത്ത് സമാപിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ CPIM അജാനൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. അടോട്ട് ഇടവുംകുന്ന് കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനം വെള്ളിക്കോത്തിൽ വെച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നത്? ഇതാണ് ഞങ്ങളോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. അന്ന് തന്നെ ഇടതുപക്ഷം വളരെ കൃത്യമായി അതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരു നാടിന്റെ സമഗ്രമായ വികസനം എന്ന് പറയുന്നത് ആ നാടിനകത്തെ എല്ലാ വിഭാഗത്തെയും സ്പർശിക്കുമ്പോഴാണ്. നാളിതുവരെ നമ്മുടെ സമൂഹം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബ സ്വഭാവം, ഒരു സാമൂഹിക വ്യവസ്ഥ എല്ലാത്തിനെയും അടിസ്ഥാനപ്പെടുത്തുന്നു. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ സമൂഹത്തിനകത്ത് ശിശുപരിചരണം എന്നത് നീണ്ടകാല പ്രക്രിയയായി മാറുമ്പോൾ നേരത്തെ തുടങ്ങിവെച്ച തൊഴിൽ വിഭജനത്തിന്റെ ഭാഗമായി കാലക്രമേണ സ്ത്രീകൾ വീട്ടമ്മമാരായി പരിഗണിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിന് ഈ സമൂഹത്തിന് നിയന്ത്രണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വരേണ്യ വിഭാഗ ചിന്താഗതിക്കാർ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാലത്തും സ്ത്രീകളെ തങ്ങളെ അടിമകളാക്കി വീടിനകത്ത് ഒതുക്കി നിർത്തുക എന്ന ഒരു സമീപനമാണ് പൊതുവിൽ നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന ജാതി വ്യവസ്ഥയായിരുന്നു. ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി ഏറ്റവും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹം ഈ ഭൂമുഖത്ത് ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജീവിച്ചിരുന്നു, നിലനിന്നിരുന്നു എന്നുള്ളതാണ്. VV തുളസി അധ്യക്ഷത വഹിച്ചു. K സബീഷ്, മൂലക്കണ്ടം പ്രഭാകരൻ, കാറ്റാടി കുമാരൻ, M പൊക്ലൻ, P രാധാകൃഷ്ണൻ, MV രാഘവൻ, P കൃഷ്ണൻ, PK മഞ്ജിഷ, TV പത്മിനി എന്നിവർ സംസാരിച്ചു. PA ശകുന്തള സ്വാഗതം പറഞ്ഞു. തുടർന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ വില്ലേജ് കമ്മിറ്റികൾ സമാഹരിച്ച ഒപ്പുശേഖരണം PA ശകുന്തള ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്വിറ്റ് ഇന്ത്യ ദിനത്തിലെ സ്മരണയുടെ ആവേശമുണർത്തി പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2 ജില്ലകളെ ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യ സംരക്ഷണ യാത്ര നടത്തി. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യവും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ നിന്നാരംഭിച്ച സ്വതന്ത്ര സംരക്ഷണ പദയാത്ര പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് മാർക്സിസത്തിൽ നിന്ന് ഗാന്ധിസത്തിലേക്ക് ഒരു മാറ്റമല്ല, രണ്ടും പരസ്പര പൂരകമായി തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. VMS തന്നെ മാർക്സിസവും ഗാന്ധിസവും എന്ന പേരിൽ ഒരു പുസ്തകം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതുകയുണ്ടായി. അതിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അന്ന് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ടല്ല, ഒന്നായി തന്നെ പോകേണ്ടതാണ്. ആ നിലയിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിനു മുന്നിൽ നിന്ന് കൈമാറിയ ദേശീയ പതാക ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് AV ബാബു അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ പ്രവർത്തകനായ KV രാഘവൻ മാസ്റ്റർ, MP ഉണ്ണികൃഷ്ണൻ, DK ഗോപിനാഥൻ, പിലിക്കാൽ അശോകൻ, AP നാരായണൻ, ഷീബ മുരളി എന്നിവർ പ്രസംഗിച്ചു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം, തൃക്കരിപ്പൂർ, നടക്കാവ്, ചന്തേര, കാലിക്കടവ് എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി.
തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന സ്വീകരണ യോഗം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. KV വിജയൻ അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, VM ശ്രീധരൻ, മുട്ടത്ത് രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. നടക്കാവ് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മഹേഷ് കരിമ്പിൽ, വിനോദ് എരവിൽ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി അങ്കണത്തിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. പരിപാടി KVVS ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. പരിപാടി KVVS ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ വ്യാപാരി ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി കഴിഞ്ഞ 2015 ഓഗസ്റ്റ് 19 ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അന്നത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ വ്യാപാരികൾക്ക് ഒരു ദിനം ആചരിക്കാൻ വേണ്ടി വ്യാപാരി ദിനം എന്ന രീതിയിൽ ഈ ഓഗസ്റ്റ് 9 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ്. ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം വളരെ അധികം പ്രസക്തിയുള്ള ദിവസമാണ്. 1942 ഓഗസ്റ്റ് 8 മഹാത്മാജി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുറക്കുന്നതിന് വേണ്ടി
ഒരു ശക്തമായ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഗുജറാത്തിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ക്വിറ്റ് ഇന്ത്യ ദിനം. യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് ടാലന്റ്സ് ഐക്കൺ ഹോൾഡർ പുരസ്കാരം നേടിയ ബാബു കോട്ടപ്പാറയെയും അനുമോദിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ, ജോയിന്റ് സെക്രട്ടറി ബിജേഷ്, ഇന്ത്യ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി വസന്ത ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജൂഗേഷ് സ്വാഗതവും ട്രഷറർ രാജേഷ് TK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്തുകുതിര പുതിയ സ്ഥാനം ശ്രീ പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന ഭരണസമിതിയുടെ ജനറൽ ബോഡി യോഗവും ദേവസ്ഥാന പ്രാദേശിക പരിധിയിലെ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പൂരക്കളി യൂണിറ്റ് രൂപീകരണവും നടന്നു. അടോട്ട് മൂത്തേടത്തുകുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന ഭരണസമിതിയുടെ ജനറൽ ബോഡി യോഗവും ദേവസ്ഥാന പ്രാദേശിക പരിധിയിലെ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പൂരക്കളി യൂണിറ്റ് രൂപീകരണവും നടന്നു. യോഗം കാഞ്ഞങ്ങാട് MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളും നടത്തിപ്പോകുന്നതോടൊപ്പം തന്നെ നാടിന്റെ നന്മ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ കൂട്ടായ്മകളും നാട്ടിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വിവിധ മതവിശ്വാസികളുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസങ്ങൾക്കകത്ത് തന്നെ വിവിധ ദേവന്മാരെ, ദേവതകളെയൊക്കെ ആദരിക്കുന്ന, ആരാധിച്ചു വരുന്ന ആളുകളുണ്ട്. അത് ഓരോ പ്രദേശത്തിന്റെ ഇതനുസരിച്ചാണ്. ഒരേ ദേവനെ തന്നെ അല്ലെങ്കിൽ ഒരേ ആരാധനാമൂർത്തിയെ തന്നെ ചിലപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തുന്ന ആരാധനാ രീതി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും അത് ഒരുപോലെയാകുന്നില്ല. ഞാൻ പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പൈതൃകം, ആ കാര്യത്തിൽ ഒരു പാരമ്പര്യം ഉണ്ടാവും, ഒരു പൈതൃകം ഉണ്ടാവും. ദേവസ്ഥാന ഭരണസമിതി പ്രസിഡന്റ് കുഞ്ഞമ്പു കുഞ്ഞിവളപ്പിന്റെ അധ്യക്ഷതയിൽ ദേവസ്ഥാന ഭരണസമിതി സെക്രട്ടറി നിതീഷ് കിഴക്കേവിയുടെ സ്വാഗതം പറഞ്ഞു. രാഘവൻ പള്ളത്തിങ്കാൽ, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, കുഞ്ഞിക്കണ്ണൻ കേളോത്ത്, രാഘവൻ പള്ളത്തിങ്കാൽ, JNK അടോട്ട് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രാഘവൻ പള്ളത്തിങ്കാലിനെ പ്രസിഡന്റായും കുഞ്ഞിക്കണ്ണൻ കേളോത്തിനെ സെക്രട്ടറിയായും ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സിനിമാ താരം തമ്പായിയമ്മയ്ക്ക് കുടുംബാംഗങ്ങൾ ചേർന്ന് ആദരവൊരുക്കി. കുടുംബസംഗമത്തിൽ വെച്ച് തമ്പായിയമ്മ അവതരിപ്പിച്ച നാട്ടുപാട്ട് ശ്രദ്ധേയമായി. സിനിമാ താരം തമ്പായിയമ്മയ്ക്ക് കുടുംബാംഗങ്ങൾ ചേർന്നാണ് ആദരവ് ഒരുക്കിയത്. കുടുംബസംഗമം മുതിർന്ന കുടുംബാംഗം P. നാരായണൻ മുടിക്കാനം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തമ്പായിയമ്മ ആദരവ് ഏറ്റുവാങ്ങി. നാന്താൻ കേസുകൊട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അജയന്റെ രണ്ടാം മോക്ഷം, ബിലാത്തിക്കുഴൽ, ജിന്ന്, ഉടൽ, തവളയുടെ വൈറ്റ് ആൾട്ടോ, തങ്കമണി, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ഒരു ജാതി ജാതകം, വർഷങ്ങൾക്ക് ശേഷം, അൻപോട് കൺമണി, മച്ചാന്റെ മാലാഖ തുടങ്ങിയ സിനിമകളിലും 7ഓളം ഷോർട്ട് ഫിലിമുകളിലും 2 വെബ് സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് തമ്പായിയമ്മ. M. ബാലൻ ബളാംതോട്, P. ജാനകി കാഞ്ഞങ്ങാട് സൗത്ത്, T. പത്മിനി മുടിക്കാനം, P. നാരായണൻ മുടിക്കാനം, P. ഗംഗാധരൻ ഇരിയ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വിജയൻ ഇരിയ, മോഹനൻ മുടിക്കാനം, ദാമോദരൻ ഇരിയ, ജയൻ കാഞ്ഞങ്ങാട് സൗത്ത്, ദിനേശൻ മോനാച്ച, നളിനി മോനാച്ച എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. എല്ലാ മക്കളും മരുമക്കളും എല്ലാവരും ഈ സ്വീകരണം തരുന്നതിൽ വളരെ ഒരു സന്തോഷമാണ്. ഇങ്ങനെപ്പുറം സന്തോഷം എനിക്ക് ഇനി ഇല്ല. ഞാൻ ഇത്ര പ്രതീക്ഷിക്കാതെ അങ്ങനെ കുറെ സിനിമയിൽ അഭിനയിച്ചു, 8 ഷോർട്ട് ഫിലിം അഭിനയിച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ഇന്നലെ ഒരു ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഇന്നലെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അതിന് വരുമ്പോ അങ്ങനെ നന്ന വൈകും. ഇതെനിക്ക് കിട്ടിയത് ഇങ്ങനെപ്പുറം ഒരു നിധി കിട്ടാനില്ല. ഒരു സ്വർണ്ണ മെഡൽ കിട്ടി, തൃക്കരിപ്പൂരിന്നു. ഇതെല്ലാം മെഡൽ കുറേ ആയി. ഈ വയസ്സ് 85 വയസ്സിപ്പായി. വീട്ടിലേക്ക് കുറേ സാധനം കിട്ടി. ഇതിനെപ്പുറം സന്തോഷം എനിക്ക് ഇനിയില്ല. എൻ്റെ മരുമക്കൾ എനിക്ക് ഇങ്ങനെ സന്തോഷം കിട്ടിയത് തന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം. ഞാൻ കരുതി എൻ്റെ ഭാഗ്യം ഇനി ആർക്കും കിട്ടാതില്ല. പാവങ്ങൾ ദൈവക്കാനന്ദം ചേർപ്പാൻ കട്ട
വിതച്ചു കഴിഞ്ഞു കന്നും പൂട്ടി വിതച്ചു കഴിഞ്ഞു കോടക്കാറു ചിരിച്ചു പൊഴിഞ്ഞു കാരുണ്യത്തിൻ്റെ അമൃതം പൊഴിഞ്ഞു. ഓണക്കോടിയും നൽകി. കുടുംബസംഗമത്തിന് പ്രവാസി ബന്ധുക്കളും ആശംസയറിയിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. രവി മുടിക്കാനം നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മേലാങ്കോട്ട് മേനപ്രം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണം നടന്നു. പുനർനിർമ്മാണം സജീവമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രൂപീകരിച്ച കൂട്ടായ്മയിലുള്ള നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടന്നത്. മേലാങ്കോട്ട് മേനപ്രം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണം നടന്നു. വർഷങ്ങളായി നടക്കുന്ന പുനർനിർമ്മാണം സജീവമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയിലുള്ള നിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടന്നത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിന്റെ ഉദ്ദേശം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഫണ്ട് ഉദ്ഘാടനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോഴാണ് ഇവിടെ എല്ലാ നാട്ടുകാരുടെയും, അതായത് ശ്രീ രാധാകൃഷ്ണൻ്റെ അശോകൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ഒത്തുകൂടി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ഭംഗിയായി തീർക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പഴയ കമ്മിറ്റിയിൽ ചെയർമാനും മറ്റു സെക്രട്ടറി സ്ഥാനങ്ങളും നിലനിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവരെ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി അത് എത്രയും വേഗം നമുക്ക് തീർക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മേലാങ്കോട്ട് മാനാനിക്കുന്ന് വിഷ്ണുമൂർത്തി ദേവസ്ഥാനം ഭരണസമിതി അംഗങ്ങൾ ആദ്യ ഫണ്ട് നൽകി മാതൃകാ പ്രവർത്തനം നടത്തി. സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൊബാസ് ഏറ്റുവാങ്ങി. തുടർന്ന് മേലാങ്കോട്ട് ഗുളികൻ ദേവസ്ഥാനം, ക്ഷേത്രം, മാതൃസമിതി, സമീപ പ്രദേശങ്ങളിലെ നിരവധി ദേവസ്ഥാനം, തറവാട്ടംഗങ്ങൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ നിരവധി ആളുകൾ ധനശേഖരണത്തിൽ പങ്കാളികളായി. ചടങ്ങിൽ പ്രമുഖ വ്യവസായി വിജയൻ എമിറേറ്റ്സിനെ ആദരിച്ചു. ഡോക്ടർ എം.ആർ. നമ്പ്യാർ, വരദരാജ പൈ മേലാങ്കോട്ട്, പി. അശോകൻ, കെ. രാജഗോപാലൻ, ബൈജു അദ്യാമ്പൂർ, ജയശ്രീ രാഘവൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ പി. രാധാകൃഷ്ണൻ സ്വാഗതവും സുധീഷ് നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊയ്നാച്ചി കരച്ചേരി അവ്വാടക്കം താഴത്ത് വീട് തറവാടിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മേൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർ അഖിൽ ടി ഉദ്ഘാടനം നിർവഹിച്ചു. പൊയ്നാച്ചി കരച്ചേരി അവ്വാടക്കം താഴത്ത് വീട് തറവാട് രാമായണ മാസാചരണവും തറവാട് കാരണവന്മാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. 2025-26 വർഷ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. മേൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർ അഖിൽ ടി ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ക്ലാസും കൈകാര്യം ചെയ്തു. വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് അനുമോദനം പ്രധാനമായിട്ടും ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പം എല്ലാ കുട്ടികളും ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നത് കേട്ടത് പൂർണ്ണമായിട്ടും A+ നേടിയ കുട്ടികൾക്കല്ലാതെ എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇത് ഇന്നിപ്പോൾ ഇവിടെ രൂപം നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും മികച്ചൊരു തീരുമാനമാണ്. കാരണം ഞാൻ എവിടെ പോയാലും ചില സ്ഥലങ്ങൾ കാണാറുള്ളത് പൂർണ്ണമായും A+ നൽകിയ കുട്ടികൾക്ക് മാത്രം സമ്മാനം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് പലർക്കും കാണുന്നത്. ഏതായാലും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇപ്പോഴും സൈഡിലിരിക്കുന്ന നോക്കുന്നത് കാണുന്നത് എനിക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ, ഏറ്റവും നല്ല പരിചിതമായിട്ടുള്ള എൻ്റെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള പല മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിചാരിച്ചത് ഇപ്പോൾ പരിചയമില്ല ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിന് സാന്ദർഭികമായി പറയുകയാണ്. അപ്പോൾ ഞാൻ A+ന്റെ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ പൂർണ്ണമായിട്ട് A+ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുന്നതോടൊപ്പം അത് മറ്റുള്ള കുട്ടികൾക്ക് മോശമായിട്ടുള്ള ഒരു സന്ദേശമാണ് സാധാരണ നൽകപ്പെടുന്നുള്ളത്. കാരണം നിങ്ങളൊന്നിനും കൊള്ളുകയില്ല എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് അത് കാണിക്കാറുള്ളത്. എ. ഗംഗാധരൻ നായർ ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എ. ബാലകൃഷ്ണൻ നായർ കോപ്പളം കയ, എ. കുഞ്ഞമ്പു നായർ വേളാഴി, എ. ഓമന തൂവൽ, എ. സുഗത വെള്ളാക്കോട്, എ. നാരായണൻ വെള്ളാക്കോട്, വി. അനില തോട്ടത്തിൽ കണ്ടം എന്നിവർ സംസാരിച്ചു. എ. ദിവാകരൻ കുഞ്ഞിക്കോട് സ്വാഗതവും എ. ഭാസ്കരൻ കാവിനപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി. തുളസി ഉദ്ഘാടനം ചെയ്തു.
അജാനൂർ പഞ്ചായത്തിൽ മൂലക്കണ്ടത്ത് താമസിക്കുന്ന പരേതനായ കൃഷ്ണൻ ഉഷ ദമ്പതികളുടെ മകനായ 27 വയസ്സുള്ള അജീഷ് നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ 1 വർഷത്തിലധികമായി ചികിത്സയിലാണ്. പരിശോധനയിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയതിനാൽ അടിയന്തര ചികിത്സയായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന തുടർ ചികിത്സ നിർധനരായ അജീഷിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി കണ്ടറിഞ്ഞ നാട്ടുകാർ അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ചെയർമാനും വാർഡ് മെമ്പർ എം ഷിജി കൺവീനറും മനോജ് PK ട്രഷററുമായ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു. മൂലക്കണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളുകൾക്കും അവർക്ക് വ്യക്തിപരമായി പല ബന്ധങ്ങളുണ്ടാവും. ഇപ്പോൾ ഗൾഫിൽ ഓൺ വർക്ക് ചെയ്തതാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൾഫിൽ നിന്നുള്ള ആളുകൾ സുഹൃത്തുക്കളുണ്ടാവും. അവരെല്ലാവരെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഓരോ ആളും പ്രത്യേകമല്ല, ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചേരുകയും അവരവർക്ക് പറ്റുന്ന രീതിയിലേക്ക് ഒരു തുക കൊടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇത്ര രൂപ എടുക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാവരും സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നവരൊന്നുമല്ല. എങ്കിലും ഒരു ജീവനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ജീവനെ സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിനൊരു ചെയർമാനും കൺവീനറും ഉണ്ടാക്കി പോവുക, ഒരു ട്രഷറർ ഇത് കൈകാര്യം ചെയ്യാൻ വലിയ തുകയാണ്. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഗൂഗിൾ പേ നമ്പർ ഇപ്പോൾ നമ്മളെല്ലാവരും സ്ഥിരം കാണുന്നതാണ്. പല ആളുകളും പല ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവരുടെ മൊത്തം ചെലവും ചിലപ്പോൾ നമുക്ക് വഹിക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഒരു തുക സമാഹരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതം പറഞ്ഞു. കാനറ ബാങ്ക് മാവുങ്കാൽ ശാഖയിൽ അജീഷ് B എന്ന പേരിൽ അക്കൗണ്ട് നമ്പർ 110324386542 അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കളക്ടർ. ADM-നാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായി ആരെയെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. കാസർഗോഡ് ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന ML അശ്വനി. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാസർഗോഡ് പിറ്റ് NDPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ. പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൾ മുനവീറാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരയി കാർത്തിക റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP അരയി കാർത്തിക ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആരംഭിക്കും മുമ്പ് തന്നെ കുടിവെള്ള വിതരണം പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുക്കടയിൽ ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.